ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ പിഴവാണ് നാസയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി. ഇപ്പോൾ ലോകത്ത് 2 ബഹിരാകാശ നിലയങ്ങളാണ് ഉള്ളത്. ഒന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും മറ്റൊന്ന് ചൈനയുടെ ബഹിരാകാശ നിലയവുമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ ഭാരതം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടിയും ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഏറെ കാലത്തെ സ്വപ്ന പദ്ധതിയുമാണ് ഇത്. സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെ ശ്രമകരവും പണച്ചെലവുമുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഔദ്യോഗികമായി ലഭിച്ചതോടെ 2028 നിലയത്തിൻ്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കുമെന്ന് ISROയുടെ ഡയറക്ടർ നീലേഷ് എം ദേശായി പറഞ്ഞു. 2035 ആകുമ്പോഴേക്കും ബഹിരാകാശ നിലയം പൂർണ്ണമായും പ്രവർത്തനത്തിലാകും. ഇതിനോടുകൂടെ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിനും കൂടി ഉപയോഗപ്രദമാകും വിധം ബഹിരാകാശ കേന്ദ്രം വരിക. ഇന്ത്യ എപ്പോഴും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവും മൾട്ടിപർപ്പസിന് ഉപയോഗിക്കുന്ന വിധം ആയിരിക്കും ഉണ്ടാക്കുക. 2040 ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ചന്ദ്രനിലേക്കുള്ള യാത്രാമധ്യേ ട്രാൻസിറ്റ് സ്റ്റേഷനായി ബഹിരാകാശ നിലയം പ്രവർത്തിക്കുമെന്നും നീലേഷ് ദേശായി പറഞ്ഞു. തുടക്കത്തിൽ 5 മൊഡ്യൂളുകളാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലുണ്ടാകുക. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 16 മൊഡ്യൂളുകൾ ഉണ്ട്. 1998 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആരംഭിക്കുവാൻ തുടങ്ങിയത്. ഇതിൽ റഷ്യ, ചൈന, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും മറ്റു 11 യൂറോപ്യൻ രാജ്യങ്ങളും ഇതിലുണ്ട്. ഇതിന് നേതൃത്വം നൽകിയത് അമേരിക്കയുടെ നാസയാണ്. താഴ്ന്ന ഭൂഭ്രമണ പഥത്തിൽ സഞ്ചരിക്കുകയും മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്നതും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതുമാണ് സ്പേസ് സ്റ്റേഷൻ. 330 കിലോമീറ്ററും 435 കിലോമീറ്ററിനും ഇടയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. 92.69 മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റിവരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 15.54 തവണ ഭൂമിയെ ഇത് വലം വയ്ക്കുന്നു. ഇതുകാരണം 15 തവണയെങ്കിലും സ്പേസ് സ്റ്റേഷനിൽ രാത്രിയും പകലും ഉണ്ടാകുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് 16 മൊഡ്യൂളുകൾ ആണ് ഉള്ളത്. ഇന്ത്യയുടേത് 5 മൊഡ്യൂളുകളും. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 2030 ആകുമ്പോൾ പ്രവർത്തനരഹിതമാകും. 2031 ISSനെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്താക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇലോൺ മാസ്കിൻ്റെ കമ്പനിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ബഹിരാകാശ നിലയം അവസാനിക്കുന്നതോടുകൂടി ഇന്ത്യയുടെ ബഹിരാകാശ നിലയം പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഗഗൻയാൻ പദ്ധതി ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും വർഷത്തിൽ ഇതിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം നടക്കും. ഇതിനോടൊപ്പം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ശുക്രനിലേക്കും ഇന്ത്യ ഓർബിറ്റൽ മിഷൻ അയക്കുന്നുണ്ട്. ശുക്രനെ ഭ്രമണം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് ശുക്രയാൻ 1ൻ്റെ ദൗത്യം. 2028 ഇത് വിക്ഷേപിക്കും. ഭൂമിയെപ്പോലെ തന്നെയാണ് ശുക്രനെ കണക്കാക്കുന്നത്. ഭൂമി രൂപം കൊണ്ട അതേ സാഹചര്യത്തിലാണ് ശുക്രനും രൂപം കൊണ്ടതെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഒരിക്കൽ ശുക്രനിൽ വാസയോഗ്യമായ സാഹചര്യമായിരുന്നു എന്നും വിശ്വസിക്കുന്നു. ശുക്രനിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറിയത് എന്ന് കണ്ടെത്തുകയാണ് ശുക്രയാൻ ദൗത്യത്തിൻ്റെ ലക്ഷ്യം.